കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DAയും DR-ഉം 2% പോയിന്റ് വർധനവ് പ്രാബല്യത്തിൽ. DA, DR 60% ആക്കുന്നതിനുള്ള 12 മാസത്തെ ശരാശരി സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് സൂചിക 0.5 പോയിന്റ് ഉയർന്ന് 148.2 2026 ജനുവരി 1 മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡിയർനെസ് അലവൻസിലും അതായത് DAയിലും ഡിയർനെസ് റിലീഫിലും 2% പോയിന്റ് വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ പണപ്പെരുപ്പ ഡാറ്റ 7ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ പ്രകാരം 60% DA അല്ലെങ്കിൽ DR ലെവലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ലേബർ ബ്യൂറോ 2025 ഡിസംബർ 30 പുറത്തിറക്കിയ 2025 നവംബറിലെ വ്യാവസായിക തൊഴിലാളികൾക്കുള്ള അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചികയാണ് ഇതിനാധാരം. DA അല്ലെങ്കിൽ DR 60% ആക്കുന്നതിനുള്ള 12 മാസത്തെ ശരാശരി സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് സൂചിക 0.5 പോയിന്റ് ഉയർന്ന് 148.2 ആയിരുന്നു. 7ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് DA ഫോർമുലയനുസരിച്ച് 261.42 എന്ന അടിസ്ഥാന സൂചികയേക്കാൾ ശതമാനം വർധനവ് കണക്കാക്കാൻ AICPI IWവിന്റെ 12 മാസത്തെ റോളിംഗ് ശരാശരി ഉപയോഗിക്കുന്നുണ്ട്. നവംബറിലെ കണക്ക് പ്രകാരം DA 59.93%-ലെത്തിയിരുന്നു. ഫലത്തിൽ 60ന്റെ തൊട്ടടുത്ത്. ജൂലൈ 2025 58.53%, ഓഗസ്റ്റ് 2025 58.94%, സെപ്റ്റംബറിൽ 59.29%, ഒക്ടോബറിൽ അത് 59.58%, നവംബർ 2025 59.93% എന്നിങ്ങനെയായിരുന്നു DA വർധനവ്. ഡിസംബറിലെ സൂചിക മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മുൻമാസങ്ങളിലെ കണക്കുകൾ പ്രകാരം ഡിസംബർ സാഹചര്യങ്ങളിൽ ഇപ്പോഴും 60% DAയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഡിസംബറിലെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അനുമാനങ്ങൾക്കിടയിലും DA ഫലം കാര്യമായ മാറ്റമൊന്നും വരുത്തുന്നില്ല. സൂചിക 148.2-ൽ DA 60.34%-ആയി മാറ്റമില്ലാതെ തുടരും. സൂചിക 150.2-ആയി ഉയരുമ്പോൾ DA 60.53%-ആയി വർദ്ധിക്കും. സൂചിക 146.2-ആയി കുറയുമ്പോൾ DA 60.15%-ൽ തുടരും. കേന്ദ്ര സർക്കാർ DA പൂർണ്ണമായി സംഖ്യകളിൽ മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ എന്നതിനാൽ തന്നെ 60%-നും 60.99%-നും ഇടയിലുള്ള ഏതൊരു സംഖ്യയും ഔദ്യോഗികമായി 60%-ആയി റൗണ്ട് ചെയ്യപ്പെടും. ഇത് നിലവിലുള്ള 58%-ൽ നിന്ന് 60%-ലേക്ക് 2% വർധനവ് എന്നതിനെ ഉറപ്പാക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.